നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളും ഈ വീടുമായിട്ടുള്ള ബന്ധം മുറിച്ചതാ. അവൾക്കിനി ഈ വീട്ടിൽ സ്ഥാനമില്ല. വിഷ്ണുവേട്ടൻ ഒരു പെൺകുട്ടിയെ ഭാര്യയായി കൂട്ടിക്കൊണ്ടുവന്നതുകൊണ്ടാണോ സത്യമ്മ ഇപ്പൊ അങ്ങനെ പറയുന്നേ? നിന്റെ സംശയം തീർക്കാൻ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഹർഷൻ ഇപ്പൊ ഉപയോഗിക്കുന്ന നമ്പറില് ആളെ കിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഹർഷനെ തന്നെ എനിക്ക് ലൈനിൽ കിട്ടണമെന്നില്ല. ഹർഷനുമായി സംസാരിച്ചാൽ നിന്റെ ഫ്രണ്ട്സിനെ ആരെയെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയാലും മതി. ഓക്കെ, ഞാൻ ജെറിയെ വിളിച്ചുതരാം. അവനവിടെ എംബസിയിലാ ജോലി. മതി. ഇവൾ ഇങ്ങനൊരു ചോദ്യം ഉന്നയിക്കുമെന്നറിഞ്ഞ് ജെറിയോട് അഡ്വാൻസ് ആയി കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പൊ ഉപകാരമായി. ഇവൾ ജയശങ്കറിന്റെ പേര് മറന്നു. ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന അവന്റെ നമ്പർ മാത്രമാണ് ഇവൾക്ക് അവനുമായുള്ള ഏക ബന്ധം. എപ്പോഴെങ്കിലും ഇവൾക്ക് ആ പേര് ഓർമ്മ വന്ന നമ്പർ തപ്പിയെടുക്കും. റിങ് ചെയ്യുന്നുണ്ട്. ഞാനൊരു അക്ഷരം സംസാരിച്ചിട്ടില്ല. നീ തന്നെ സംസാരിച്ച് നിന്റെ സംശയം എന്താന്ന് വെച്ചാ മാറ്റ്. അവനോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടടി. ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അവൻ നിനക്ക് പറഞ്ഞു തരും. ഇവളെന്താ ആലോചിക്കുന്നത്? ഓ, ഹർഷനുമായുള്ള നൊസ്റ്റാൾജിയയിലേക്ക് പോയി കാണും. അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു പിടിവള്ളി. ഇത് തന്നെ അവന്റെ നമ്പർ. കാർത്തികേ, ഇപ്പൊ നിന്റെ സംശയമൊക്കെ തീർന്നു തോന്നുന്നു. ഇപ്പോഴാ പൂർണ്ണമായി മാറിയത്. മരമണ്ടി തിരുമണ്ടി. ഇനിയിപ്പോ ഞാൻ പറയുന്നത് പോലെ ചെയ്യാലോ നിനക്ക്. പിന്നെന്താ? ഇത് വളരെ സിമ്പിളാ. ആർക്കെങ്കിലും മനഃപൂർവ്വമായി വിഷം കൊടുക്കുകയാണെന്ന് അഥവാ സംഭവം തെളിഞ്ഞാൽ തന്നെ തോന്നാൻ പാടില്ല. ഒരു കയ്യബദ്ധമെന്നേ തോന്നാവൂ. അതെങ്ങനെ നടക്കും? എടി, നമ്മൾ ഇവിടുത്തെ ബർത്ത്ഡേ കേക്കിലാ ഈ ടാബ്ലറ്റ് കൊടുക്കുന്നത്. പിന്നീട് എന്തെങ്കിലും അന്വേഷണം ഉണ്ടായാലും പറഞ്ഞു നിൽക്കാൻ കഴിയണം. കേക്കിലാണ് വിഷമെങ്കിൽ അത് കഴിച്ച മറ്റാർക്കും പ്രശ്നമില്ലല്ലോ. കേക്കിന്റെ ഏതെങ്കിലും ഭാഗത്ത് വിഷാംശം ഉണ്ടായിരിക്കാം. അത് അബദ്ധത്തിൽ കഴിച്ചതാണ്, ആരെയും ലക്ഷ്യമിട്ട് ചെയ്തതല്ലോ എന്നൊക്കെ. കൊള്ളാലോ ഐഡിയ. പിടിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്തൊരു ക്രൈം. പിടിക്കപ്പെട്ടാൽ തന്നെ കുറ്റം ചെയ്തവരെ കണ്ടെത്താൻ പ്രയാസവും. അപ്പോ ഇതിൽ യാതൊരു റിസ്കും ഇല്ലല്ലേ? ഇല്ലടി. എന്നാലേ ഞാൻ ഈ ഐഡിയ നടപ്പിലാക്കാൻ പോകുന്നില്ല. എന്താ നീ പറഞ്ഞത്? ഞാൻ ബർത്ത്ഡേ കേക്കിനുള്ളിൽ ഈ ടാബ്ലറ്റ് വെക്കാൻ പോകുന്നില്ലെന്ന്. എടി ഇപ്പൊ നിനക്ക് നിന്റെ ഹർഷനെ വേണ്ടേ? ഹർഷനെ പറ്റി നീ പറഞ്ഞതൊക്കെ തന്നെയാ ജെറി എന്നോട് പറഞ്ഞത്. ഹർഷൻ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ലെന്ന്. അവൻ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ നിന്റെ ഫ്രണ്ട്സ് എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. അവൻ വേണ്ട സമയത്ത് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളൂ. ഇനി അതിനിടയില് നിന്റെ ഫ്രണ്ട്സ് ഹർഷനെ നേരിട്ട് കണ്ട് എന്തെങ്കിലും നുണക്കഥകൾ പറഞ്ഞ് പിടിപ്പിച്ചാലും അവനതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല മധുശ്രീ. സംഭവം മൊത്തം കയ്യിൽ പോയോ? കാരണം ഞങ്ങൾക്കിടയിലുള്ള മാനസിക ബന്ധം അത്രയേറെ ശക്തമാണ്. അതിന് US-ലുള്ള ഹർഷനെ അന്വേഷിച്ചു പോകണ്ടല്ലോ. ഇവിടെ നിന്നെ അന്വേഷിച്ച് നടക്കുന്ന ആ പയ്യനെ നിന്നെ ഒന്ന് കാണിച്ചു കൊടുത്താ പോരെ? ഏത് പയ്യനെ? ഞാൻ പേര് മറന്നു. ഇവൾക്ക് മനസ്സിലായി. ഈ നശിച്ച കൊതി കുറയ്ക്കണം. ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. നീ ഇനി അവന്റെ പേര് ഓർത്തെടുത്താലും
ആ നമ്പർ നിന്റെ മൊബൈലിലുണ്ടാവാൻ ഒരു സാധ്യതയില്ല. ഹ്, എവിടെ നിന്നോ വന്ന് നിന്റെ വണ്ടിയുടെ മുന്നിൽ ചാടി എങ്ങോട്ടോ പോയൊരാളെ എവിടുന്ന് കണ്ടെത്താനാ നീ? യു ചീറ്റ്. പിശാചിന് മോഷണ കേസ് വിധി പറയാൻ അവകാശമുണ്ടോ? അപ്പൊ നീ ഇത് ചെയ്യില്ല? ഹ, അതിന് പ്രത്യേകിച്ച് പറയണോ? പപ്പി, ഇത് നമുക്ക് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി അമ്മ വാങ്ങിച്ചെന്ന ഡ്രസ്സുകളാ. ഇതൊക്കെ ആർക്ക് പാകാവോ ആവും. സത്യയുടെ സൈസ് തന്നെയല്ലേ പപ്പിക്കും, അപ്പൊ ഉറപ്പായിട്ട് പാകമാവും. മക്കളെ, ഞങ്ങൾ അകത്ത് പോയിട്ടെ ഡ്രസ്സൊക്കെ മാറട്ടോ. ചെല്ല്. വാ സത്യ, നമുക്ക് അകത്ത് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഭാമേ, എല്ലാരും സന്തോഷിക്കുന്ന സമയാ. ആ സമയത്ത് ശാലിനി മാത്രം ഭാമേ, ശാലിനി. രാഘവേട്ട്, ഇത് എന്തിന്റെ കേടാ? ഇവിടെ ആരെങ്കിലും അവളെ അകത്ത് കയറ്റാത്തതാണോ? അവൾ അവളുടെ ഇഷ്ടത്തിനല്ലേ കാറിലിരിക്കുന്നത്. അങ്ങനല്ല, പൂമുഖപ്പടിയിലെ ഒരാൾ വന്ന് നിൽക്കുമ്പോ അകത്തേക്ക് വിളിക്കാന്നുള്ള സാമാന്യ മര്യാദയല്ലേ ഭാമേ? ഒന്നുമില്ലേലും അവളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഇവിടെ ആവശ്യിക്കല്ലേ? രാഘവേട്ട, അവളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ഇവിടെ. സത്യമേ, ഇന്നിവിടെ പിണക്കമൊന്നും പാടില്ലെന്നാ നമുക്കിടയിലുള്ള ധാരണ. എടാ, എന്ന് കരുതി മുറിച്ചു കളഞ്ഞൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ലടാ. അവളും ഈ വീടുമായിട്ടുള്ള ബന്ധം മുറിച്ചതാ. അവൾക്കിടെ ഈ വീട്ടിൽ സ്ഥാനമില്ല. വിഷ്ണുവേട്ടൻ ഒരു പെൺകുട്ടിയെ ഭാര്യയായി കൂട്ടിക്കൊണ്ടുവന്നതുകൊണ്ടാണോ സത്യമ്മ ഇപ്പൊ അങ്ങനെ പറയുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.